ടേബിളിൽ എപ്പോഴും ഓരോരോ സാധനങ്ങൾ കുട്ടികൾ ഇങ്ങനെ നിറച്ച് വെക്കും. മോൾ എവിടേക്കാ തുണിയൊക്കെ എടുത്തിട്ട്? ഇതൊക്കെ ഒന്ന് പുറത്തു കൊണ്ടുപോയിട്ട് വാഷ് ചെയ്തിടാനാ അമ്മ, ഇപ്പൊ വെയിലുണ്ടല്ലോ. അയ്യോ മോളതൊന്നും ചെയ്യണ്ട മോളെ, ഇവിടുത്തെ സോപ്പൊന്നും അത്ര നന്നല്ല, കൈയൊക്കെ പൊട്ടും. അത് അമ്മ അലക്കിക്കോളാം, അവിടെ വെച്ചോ. എന്നാ പിന്നെ കുഴപ്പമില്ല. പക്ഷെ ഇതൊന്ന് മെഷീനിൽ ഇടാൻ പറ്റില്ല അമ്മേ. ഷാമ്പൂല് കുറച്ചു നേരം ഇട്ട് വെച്ചിട്ടേ ഒന്ന് കഴുകി എടുത്താൽ മതി. എന്നിട്ട് പുറത്ത് തന്നെ ഉണങ്ങാനും ഇടണം. പിന്നെ ഇത്തിരി ഒന്ന് വാടി കഴിയുമ്പോ അഥവാ മഴ പെയ്യാണെങ്കിൽ മേലെ എടുത്തിട്ടാ മതിയല്ലോ. എന്നൊരു കാര്യം ചെയ്, ആ അലക്കുന്ന കല്ലിന്റെ അടുത്ത് ബക്കറ്റ് ഉണ്ട് മോളെ, എല്ലാം അതിൽ കൊണ്ടിട്ടോ, അമ്മ വൃത്തിക്ക് അങ്ങ് അലക്കി എടുത്തോളാം. എന്നാ ഞാൻ അവിടെ വെക്കാം. ഹലോ, അമ്മേ സുഖാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കണു. എന്റെ സുഖത്തിനൊന്നും ഒരു കുറവുമില്ല. ഇവിടുത്തെ അമ്മയില്ലേ, ഞാൻ തുണി അലക്കാൻ പോകുമ്പോഴേ എന്നോട് വാങ്ങിയിട്ട് അമ്മ അലക്കാൻ കൊണ്ടുപോയി. ഇതിപ്പോ അലക്കിക്കൊണ്ടിരിക്കുക. അവിടെ ആവുമ്പോ എന്തായിരുന്നു, അഥവാ എന്റെ ഏതെങ്കിലും ഒരു നല്ല ഡ്രസ്സ് 2 പ്രാവശ്യം ഇട്ടിട്ട് അവിടെ റൂമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അമ്മ എന്താ പറയുക, അയ്യോ മുഷിഞ്ഞിട്ട് നിന്റെ റൂമിലേക്ക് കയറാൻ പറ്റുന്നില്ല, പോയി വാഷ് ചെയ്യടി എന്നൊക്കെ പറയൂലേ. ദേഷ്യപ്പെടല്ലേ ചെയ്യാറ്? എന്നെങ്കിലും അമ്മ അത് എന്റെ കയ്യിൽ നിന്ന് വാങ്ങി അലക്കിയിട്ടുണ്ടോ? ഇങ്ങനെ വേണം അമ്മയായിരുന്നെങ്കിൽ. സത്യം പറഞ്ഞാലേ എനിക്കിപ്പോ അങ്ങോട്ട് വരാനേ തോന്നുന്നില്ല. ഒരു പണി എടുപ്പിക്കാറില്ല. ആര് വിളിച്ചിട്ടാണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നത്? അമ്മയെ വിളിക്കാം അങ്ങോട്ട്. എന്റെ അമ്മേനെ വിളിച്ചിട്ട്. നമ്മൾ അന്ന് പോയപ്പോഴേ നിന്റെ അമ്മേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ നല്ലൊരു കുക്കാണെന്ന്. ബിരിയാണി ആണല്ലേ നിന്റെ സ്പെഷ്യൽ ഐറ്റം? അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം മറ്റോ എന്തോ ജസ്റ്റ് സഹായിച്ചിട്ടുണ്ട്, അത്ര തന്നെ. പക്ഷെ ഞാനെല്ലാം മറന്നുപോയി. ആഹാ, അത് കൊള്ളാലോ. ഒന്ന് സഹായിക്കുമ്പോഴത്തേന് ഇത്രയ്ക്ക് അഭിപ്രായമാണെങ്കിലേ ഉണ്ടാക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? എന്തായാലും ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. എപ്പോഴും ഞാൻ അമ്മേന്റെ ഭക്ഷണം തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് നല്ല ടേസ്റ്റാ. അതാ പിന്നെ ഞാൻ നോക്കാം. അമ്മേ, ആട്ട എവിടെയാ വെച്ച്? അത് അവിടെ ഉണ്ട് മോളെ. അല്ല മോൾക്ക് എന്തിനാ ആട്ടാ? ഏട്ടൻ പറഞ്ഞു രാത്രി ചപ്പാത്തി മതിയെന്ന്. അയ്യോ മോള് കഷ്ടപ്പെടുകയൊന്നും വേണ്ട. അല്ലെങ്കിൽ ഇവിടെ അങ്ങനെയാ, അച്ഛനും മോനും ചപ്പാത്തി നിർബന്ധമാ. എനിക്കിത് കഞ്ഞി എന്തെങ്കിലും കിട്ടിയാൽ മതി. മോളവിടെ വെച്ചോ, ഞാൻ ഉണ്ടാക്കിക്കോളാം. എന്നാ ശരി. എന്നിട്ട് അവനവിടെ മോളെ? രാഹുലേട്ടൻ വർക്ക് ചെയ്യും അമ്മേ. അല്ലെങ്കിൽ ഇപ്പൊ ആ പാവത്തിന് അങ്ങനെയാ മോളെ, പുതിയ കമ്പനി ജോയിൻ ചെയ്ത് പിന്നെ ഫുൾ ടൈം വർക്കാ. അല്ലെങ്കിൽ മോളൊരു കാര്യം ചെയ്യ്, മാവ് കുഴച്ചു വെച്ചോ, അമ്മ ചപ്പാത്തി ചുട്ടെടുക്കാം. എന്നാ ഞാൻ കുഴച്ച് വെക്കാം. ഇത് എത്ര നേരം വേണമെന്ന് കുഴച്ചെടുക്കാൻ? ചപ്പാത്തി കഴിക്കുന്ന പോലെ ഈസി അല്ലല്ലോ അമ്മേ ഉണ്ടാക്കാന്ന് പറയുന്നത്. വെള്ളം പോരാ, ഇനിയും കുറച്ചുകൂടി വേണം. ഇത്തിരി കൂടി മാവ് വേണ്ടായിരുന്നാ തോന്നുന്നേ. വീട്ടിലൊന്നും ചെയ്ത് ശീലില്ലല്ലേ മോളെ? ഞാൻ അങ്ങനെയൊന്നും ചെയ്യലില്ല. അത് സാരമില്ല, വയ്യെങ്കിലേ മോൾ അവിടെ വെച്ചോ. കല്യാണം കണ്ട് ഇത്രയല്ലേ ആയിട്ടുള്ളൂ. അമ്മ ഓരോന്നും ചെയ്യണതേ കണ്ടും കേട്ട് നോക്കി നിന്നാ മതി. ഇപ്പൊ പിന്നീട് അങ്ങ് മെല്ലെ ചെയ്യാം. അവിടെ വെച്ചിട്ട് പൊയ്ക്കോന്നാ. എന്നാ അമ്മ അതായിരിക്കും നല്ലത്. ഞാൻ ചെയ്തത് ഇപ്പോഴൊന്നും ആകില്ല. എനിക്കിതൊക്കെ ശീലവും മോളെ. ഇപ്പൊ എന്താ, അവർ രണ്ടാളുടെ കൂട്ടത്തിൽ മോളും കൂടി വന്നു, അത്രയല്ലേ ഉള്ളൂ. ഇവിടെ വെക്കുന്നുണ്ടേ. വാ 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 യുവി, വാ 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 വാ. ആ അമ്മ ഇതപ്പോ വന്നു, മോളെയും കൊണ്ട് വന്നു. ഞാനൊരു 10-15 മിനിറ്റ് ആയിട്ടുള്ള മോനെ വന്നിട്ട്. ദാ യൂബിക്കുട്ടി എന്റെ കൂടെ വന്നിട്ടുണ്ട്. ഒരേ കരച്ചില് ഞാൻ വരുമ്പോ വരണം എന്ന് പറഞ്ഞിട്ട്. നീ കുറച്ചുകൂടി കൊണ്ട് വിടണം കേട്ടോ മോനെ ഇവിടെ. വാ ഇങ്ങോട്ട്. എന്നാ പിന്നെ കൊണ്ട് നിർത്തിയാലോ, 2 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുവിടാം.
നല്ല ആള് ഇപ്പൊ കളിക്കുന്നത് കാണണ്ട. രാത്രി കരയും, അമ്മയില്ലാണ്ടൊന്നും പറ്റില്ല. അത്രല്ലേ ആയിട്ടുള്ളടാ, പാലുടിക്കുന്ന കുട്ടിയല്ലേ. എന്നാ പിന്നെ മാമൻ കൊണ്ടുവിടാം കേട്ടോ, വൈകുന്നേരം കളിച്ചു. വാ. ഞാൻ ആനിമോളോട് ചോദിച്ചാ മോനെ ചേച്ചിന്റെ അടുത്തേക്ക് വരണോ, അപ്പൊ അവള് വരുന്നില്ല പറഞ്ഞു. ഒരു പാവം കുട്ടിയാടാ, പണി ഒന്നും അറിയില്ല. അല്ലെങ്കിൽ ഞാൻ അവളെ കൂടെ ഒന്നും ചെയ്യിപ്പിക്കലും ഇല്ല. അവക്കൊന്നും അറിയില്ലാന്ന് പറഞ്ഞിട്ടേ അവളൊന്നിനും വിളിക്കാണ്ടിരിക്കൊന്നും വേണ്ട. അമ്മയ്ക്ക് എന്തെങ്കിലും സഹായത്തിന് അവളെ വിളിച്ചൂടെ, അല്ലെങ്കിൽ ലാസ്റ്റ് മടിയായി പോണ്ട. അതൊക്കെ നിങ്ങൾ ചെയ്തോളൂടാ, അങ്ങനെ മടിയുള്ള കുട്ടിയൊന്നും അല്ല. ഇപ്പൊ കല്യാണം കണ്ടിട്ട് അത്രയല്ലേ ആയിട്ടുള്ളൂ. ഇപ്പോഴൊക്കെ അങ്ങ് ഞാൻ ചെയ്യാം, പിന്നെ കുറച്ചൊക്കെ കഴിയുമ്പോൾ അവൾ ചെയ്തോട്ടെ. ചേച്ചിന്റെ ഇവിടുന്ന് വരുമ്പോഴേ ബസ് സ്റ്റോപ്പിൽ ഇതുവരെ കുഞ്ഞിനെ എടുത്ത് നടന്നില്ലേ, നല്ല കാലുവേദന വന്നു. അതൊരു പ്രശ്നം അമ്മയ്ക്കുള്ളൂ. അല്ല BP യോ കൊളസ്ട്രോൾ അങ്ങനെ ഒരു കാര്യമില്ല. ഈ കാലാണ് ഇത്തിരി ബുദ്ധിമുട്ടിക്കുന്നത്. അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്, എല്ലാ പണി ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാണ്ട് ഇടയ്ക്ക് അവളെ സഹായത്തിന് വിളിച്ചൂടെ. ഇത് പറഞ്ഞാലും കേൾക്കില്ല. കുഞ്ഞു ഇങ്ങോട്ട് വാ വാ, അവിടെ കേറിയിരുന്ന് വീഴല്ലേ. വാ ഇത് വാ വാ വാ, വാടാ വാടാ. ഇത് ആരെയും അടിച്ചു വരുന്നത്? എന്റെ ഭാര്യ തന്നെയാണോ? അതൊരു കളിയാക്കല് പോലെ ഞാൻ അടിച്ചു വരാറില്ല. ആ, അടിച്ചു വരലൊക്കെ ഉണ്ട്. കഴിഞ്ഞ വിഷുവിന് കണ്ടതാ, പിന്നെ ഇപ്പഴാ കാണുന്നത്. അതുകൊണ്ട് ചോദിച്ചാ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഒരു വീട്ടിൽ ഒരു പണിന് എത്ര പേര് ചെയ്യും? അമ്മ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ ഞാനും കൂടി ചെയ്യണം. ആ, അല്ലാണ്ട് മടി കൊണ്ടല്ല. മടിയോ? ആർക്ക്? അങ്ങനെയല്ലേ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ ഈ വീട്ടിൽ എന്തൊക്കെ പണിയെടുക്കണം നിങ്ങൾക്ക് അറിയോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ ചെയ്യുന്ന ജോലികൾ മുഴുവൻ ഷൂട്ട് ചെയ്തിട്ട് വാട്സപ്പ് ചെയ്ത് തരാം. നിങ്ങൾ ഓഫീസിലിരിക്കുമ്പോ കണ്ടോ, അപ്പൊ മനസ്സിലാവും. അയ്യോ, അത് വേണ്ട. അല്ലാണ്ട് നിന്റെ ഫോണേ ഓഫീസിലെ ഫയലും ഡോക്യുമെന്റ്സ് ഒക്കെ അത് ഫുള്ളാ. പിന്നെ നിന്റെ വീട്ടുപണിയും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയാനുണ്ടാവില്ല. ഞാൻ വെറുതെ പറഞ്ഞാട്ടോ, കാര്യമായിട്ട് എടുക്കൊന്നും വേണ്ട. അല്ല, എന്താ കഴിക്കാനുള്ളേ? കഴിക്കാനൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. ഇത്ര നേരമായിട്ട് ഒന്നും ഉണ്ടാക്കിയില്ലേ? അതെന്താ? ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇന്നലെ രാത്രി അമ്മ കുറച്ച് ദോശമാവ് അരച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷമല്ലേ പനി വന്ന്. പിന്നെ ഏട്ടൻ ഉണ്ടാക്കി കഴിക്കുമല്ലോ, പിന്നെ ഞാൻ ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓ, അങ്ങനെ. അപ്പൊ എനിക്ക് ദോശ ഉണ്ടാക്കി തരുന്നത് നിനക്ക് മെനക്കേടല്ലേ? അല്ല, എന്താ കറി ഉണ്ടാക്കിയത്? സാമ്പാറാ? ദോശക്ക് എന്തിനാ സാമ്പാറ്? 2 ഉള്ളി 2 പച്ചമുളകും ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് അരച്ചു കഴിഞ്ഞാലേ നല്ല അടിപൊളി ചമ്മന്തി കിട്ടൂലേ? ദോശക്ക് അതുപോരെ? അത് ശരി. അപ്പൊ അതും ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? നിനക്ക് എന്തൊരു ഇവിടെ പണി? മനുഷ്യനിവിടെ വിശന്ന് കഴിക്കാൻ വരുമ്പോ ഒന്നുമില്ലാന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അല്ലെങ്കിൽ ഈ സംസാരിച്ച് നിൽക്കുന്ന സമയത്തിനിടയ്ക്ക് ഇത്തിരി ഉള്ളി എടുത്ത് തക്കാളി എടുത്ത് ഒന്ന് വഴറ്റി ഇച്ചിരി ഉപ്പ് ഇട്ട് ഇത്തിരി മുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയ പോരെ, ചമ്മന്തി റെഡി. പിന്നെ ദോശ ഉണ്ടാക്കുമ്പോഴേ 2 ദോശ എനിക്കും കൂടി ഉണ്ടാക്കണം. വിശന്നിട്ട് മനുഷ്യന് കണ്ണ് കാണുന്നില്ല. അമ്മയ്ക്ക് വയ്യായി ഇല്ലാത്ത സമയത്തെ 8 മണിക്ക് കഴിക്കുന്ന സമയം 9 മണിയായി. അപ്പൊ അറിയാനിട്ടല്ല, എല്ലാം ഉണ്ടാക്കാൻ അറിയാം. അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ നിനക്ക് ഫുഡ് ഉണ്ടാക്കി തരണം അല്ലേ? കൊള്ളാം. വെറുതെ അല്ല രാവിലെ തന്നെ ചൂലെടുത്ത് ഇറങ്ങി. ഞാൻ അവിടെ അടിച്ചത് വൃത്തിയായില്ല, ഞാൻ ഒന്നുകൂടി അടിച്ചിട്ട്. അമ്മ ഇങ്ങനെ കിടന്നുകൊണ്ടിരുന്ന അമ്മേന്റെ പനി മാറൊന്നുമില്ല. ഞാൻ ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അമ്മ ഒന്ന് കഴിക്കും. എനിക്ക് ദോശയൊന്നും വേണ്ട മോനെ. മോൻ കഴിച്ചിട്ട് ഓഫീസിൽ വെക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കട്ടൻ ചായയും ബ്രെഡും കഴിക്കാം. പക്ഷെ കഴിക്കണേ. ഇപ്പൊ അവൾക്ക് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് അവളോടൊന്നും പറയാണ്ടിരിക്കരുത്. ഞാൻ അവളോട് പറയാ, മോൻ സമാധാനത്തിൽ പോ. എന്നാ പിന്നെ അമ്മ ഞാനേ അവളോട് കുറച്ച് കഞ്ഞി ഉണ്ടാക്കാൻ പറയട്ടെ ഇപ്പൊ. ഞാൻ പറയാ, നീ പോയിക്കോ. സമയം വൈകണ്ട വെറുതെ വന്നിട്ട്. പറയണേ, മടിക്കരുത്. അമ്മേനെ അറിയുന്നോണ്ട് പറഞ്ഞ. ഉറങ്ങിയോ? അമ്മ ഇത് കുടിക്കേ. അമ്മേ ഇത് കുടിച്ചിട്ട് കിടക്കമ്മേ. നല്ല തലവേദന മോളെ. ഈ ഫ്ലാസ്കിലെ നിറച്ചെടുത്തിട്ടുണ്ട്, അമ്മയ്ക്ക് വേണം തോന്നിയിട്ടുണ്ടെങ്കിൽ എടുത്ത് കുടിച്ചാൽ മതി. മോളെ, ഇതെന്താ ചൂടുവെള്ളമാ, ചായയല്ല? ചായ ഞാൻ നേരത്തെ കൊണ്ടുവന്ന് തന്നല്ലേ ബ്രെഡിന്റെ ഒപ്പം, പിന്നെ ബാക്കിയുള്ള ഞാനും കുടിച്ചു. ഇനി ഉണ്ടാക്കണോ? അല്ല മോളെ, ഒരു ഗ്ലാസ് ചായ കിട്ടിയ നല്ലതായിരുന്നു. തലവേദന ഞങ്ങൾ കുറച്ച് കുറയായിരുന്നു. ഇപ്പൊ ഞാൻ കൊണ്ടുവരാം. അമ്മ ടാബ്ലറ്റ് എടുത്ത് കഴിക്കാമേ. ഇടയ്ക്കിടയ്ക്ക് ചായ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത് ഉണ്ടാക്കാൻ മാത്രമേ സമയമുള്ളൂ.
അല്ലെ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഈ ചൂടുവെള്ളത്തിൽ ഇത്തിരി ചായപ്പൊടി എടുത്തിട്ടാ പോരെ. മോൾക്ക് നല്ല ബുദ്ധിമുട്ടായില്ലേ? എനിക്ക് തീരെ വയ്യാതെയാ, അല്ലെങ്കിൽ ഞാൻ പോയി ഉണ്ടാക്കായിരുന്നു. ബുദ്ധിമുട്ടാകാതെ പിന്നെ ഇതുവരെ എത്തിയോ? രാവിലെ മുതൽ ഓരോരോ പണിയിലല്ലേ. ഹലോ, ആ എത്തിയോ? ഞാൻ ലൊക്കേഷൻ സെൻഡ് ചെയ്യാം. ആ ശരി. ഞാൻ കുഴിമന്തി ഓർഡർ ചെയ്താമേ, ഇനി അടുക്കളയിൽ കയറി പണിയെടുക്കാനാവില്ല, അത് വരട്ടെ, നമുക്ക് ഉച്ചയ്ക്ക് അത് കഴിക്കാം. മോളെ, എനിക്ക് കുഴിമന്തിയൊന്നും വേണ്ട, കഴിക്കാൻ കഴിയാഞ്ഞിട്ടാ. നെല്ലൂത്ത് അരി എടുത്തിട്ടേ കുക്കറിലിട്ട് 2-3 വിസിൽ വന്നാൽ കഞ്ഞിയാകും. കഞ്ഞിയോ? ആ മോളെ, കുറച്ച് മതി. എന്നിട്ടേ ഇത്തിരി തേങ്ങ എടുത്ത് ലേശം പുളി ഇട്ട് 2 പച്ചമുളക് ഇട്ടിട്ട് ചമ്മന്തിയും മരക്കി. അയ്യോ, അമ്മ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴേക്ക് 2 മണിക്കൂർ ഞാൻ അടുക്കളയിൽ നിൽക്കേണ്ടി വരും. എനിക്ക് സത്യം പറഞ്ഞാൽ മന്തി കഴിക്കാൻ ഇഷ്ടമൊന്നും അല്ല. പിന്നെ അടുക്കളയിൽ കയറി ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാ, കാലിന് വളരെ വേദന. കുറെ ആയില്ലേ ഞാൻ ഇത്രയൊക്കെ ജോലി ചെയ്തിട്ട്. കഞ്ഞി ഞാൻ നെല്ല് കുത്തരിയൊക്കെ ഒരുപാട് നേരം ആയാലേ കഴുകിയെടുക്കാൻ. നമ്മുടെ സാധാരണ ചോറ് വയ്ക്കുന്ന അരിയിൽ കഞ്ഞി ഉണ്ടാക്കാം. പിന്നെ ചമ്മന്തി ഉണ്ടാക്കാനാവില്ല, എന്നമ്മ അഡ്ജസ്റ്റ് ചെയ്യും. എത്ര കഷ്ടപ്പെടാന്നറിയോ ഒറ്റയ്ക്ക് പണിയെടുക്കാന്ന് പറയുമ്പോ. മടുത്തു മനുഷ്യൻ. നീ ഇവിടെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക? ആ, എന്നാ എനിക്ക് ഫോൺ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല? ഞാൻ നിങ്ങൾക്ക് ചായ എടുത്തിട്ടേ വന്നേ. എടാ അതൊക്കെ ആയിക്കോട്ടെ, അമ്മയൊന്നും കഴിച്ചില്ല. ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞല്ലോ ബ്രെഡും ചായ മാത്രമേ കഴിച്ചുള്ളൂ എന്ന്. അമ്മയ്ക്ക് എന്താ വേണ്ടത് നിനക്ക് അത് ഉണ്ടാക്കി കൊടുത്തൂടെ? ഓ, മോൻ വന്ന് എത്തുമ്പോഴത്തേക്ക് മരുമോളെ കുറ്റങ്ങൾ മുഴുവൻ പറഞ്ഞു തന്നു. എടി അമ്മ പറഞ്ഞതൊന്നുമല്ല, അമ്മേന്റെ മുഖത്ത് അത്ര ക്ഷീണം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചതാ അമ്മയൊന്നും കഴിച്ചില്ലേന്ന്. അപ്പോഴമ്മ പറയുന്നത് ബ്രെഡും ചായ മാത്രമേ കഴിച്ചുള്ളൂ എന്ന്. എടി അമ്മേന്റെ ആ സിറ്റുവേഷൻ നോക്കിയിട്ട് നിനക്ക് വേണ്ട ഉണ്ടാക്കി കൊടുക്കണ്ടേ? അതല്ലേ വേണ്ടത്. ഞാൻ എന്താ ചെയ്യണ്ടേ? സദ്യ ഉണ്ടാക്കിയിട്ട് മുമ്പിൽ വെച്ചു കൊടുക്കാം, മതിയോ? പനിയുള്ള ആളല്ലേ, അതൊക്കെ കഴിച്ചാൽ മതി. അല്ലെങ്കിൽ ഈ സമയത്ത് അധികം ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല. കഞ്ഞി വേണമെന്ന് പറഞ്ഞു, നെല്ലുകുത്തന്റെ കഞ്ഞിയെ കഴിക്കുള്ളൂന്ന്. മറ്റേ കഞ്ഞി ഞാൻ വെക്കാൻ പോയതാ, അന്നേരം പറഞ്ഞു മോളെ അതാണേലും വേണ്ട, എനിക്ക് വായിക്ക് പിടിക്കില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അമ്മയ്ക്ക് കാവലിരിക്കണം. എടി അതിന് ഇതാണോ ശരി? നീ എന്നോട് പറഞ്ഞില്ലേ നിനക്ക് വിശന്നപ്പോ നീ ഓർഡർ ചെയ്തിട്ട് കുഴിമന്തി കഴിച്ചു എന്ന്. അമ്മയും നിന്നെ പോലെ തന്നെ അല്ലേ, കുറച്ച് നെല്ലുകുതിരിന്റെ കഞ്ഞി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞാൽ നിനക്ക് എന്താ പ്രശ്നം? കുക്കറിൽ ഇട്ടാ പോരെ, അങ്ങ് റെഡി ആയിക്കോളില്ലേ, അടുത്ത് കൊടുത്താ പോരെ. ഞാൻ മനഃപൂർവ്വം ചെയ്തു കൊടുക്കാൻ തന്നെയാ. നെല്ലുകുത്തരിയൊക്കെ കഴുകി വൃത്തിയാക്കുമ്പോഴത്തേക്കും ഒരുപാട് സമയം എടുക്കും. അത് മാത്രല്ല, ഓരോ ഡിമാൻഡ്സ് ഒക്കെ ഇപ്പൊ തന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഇത് മാത്രമായിരിക്കും പണി. ഇത് വൈറൽ ഫീവറാ, 5-6 ദിവസം പനിക്കും. ഈ 5-6 ദിവസം മോളെ ചായ എടുക്ക്, മോളെ ചമ്മന്തി ഉണ്ടാക്കുക, മോളെ കഞ്ഞി ഉണ്ടാക്കുക, ഉപ്പേരി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ വേലക്കാരിയോ? അപ്പൊ പിന്നെ അമ്മ എന്താ നിന്റെ വേലക്കാരി ആയതുകൊണ്ടാണോ പറയുമ്പോൾ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി ടേബിൾ കൊണ്ട് വെച്ചത്? പുതിയ വീട്ടിലേക്ക് വന്നൊരു പെണ്ണല്ലേ, അവൾ കംഫർട്ടബിൾ ആയിക്കോട്ടെ, ഞാൻ എല്ലാം ചെയ്തോളാന്ന് പറഞ്ഞിട്ട് അമ്മ ഓരോന്നിട്ട് ചെയ്തു തരിക. അപ്പൊ പിന്നെ നീ ഒരു മഹാറാണിനെ പോലെ നിനക്ക് ചായ ഉണ്ടാക്കാൻ അറിയില്ല, ചോറ് ഉണ്ടാക്കാൻ അറിയില്ല, കറി ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ സുഖിച്ച് ഇവിടെ നടക്കുക. അമ്മ എല്ലാം ചെയ്തോളൂ. അമ്മ അത് ചെയ്തതാണ് ഏറ്റവും വലിയ തെറ്റമ്മേന്റെ. അല്ല, അപ്പൊ നിങ്ങൾ എന്താ എന്റെ അടുത്ത് പ്രതീക്ഷിച്ചേ? ഞാൻ ഇവിടെ ഒരു വേലക്കാരനെ പോലെ 24 മണിക്കൂർ അടുക്കള പണി കൊണ്ട് നടക്കണമെന്നോ? അത് വിചാരിച്ചാണോ എന്നെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നത്? അതെ, പുതിയ വീട്ടിലേക്ക് വന്ന പെണ്ണാണെന്നുള്ള ഔദാര്യമൊന്നും എനിക്ക് വേണ്ട. ഞാൻ ഇവിടെ വന്നത് നിങ്ങളുടെ ഭാര്യയായിട്ടാ. അങ്ങനെ അന്തസ്സായിട്ട് എന്നെ നിർത്താൻ പറ്റാതെ നിർത്തിയാൽ മതി. അല്ലെങ്കിൽ എനിക്ക് വേറെ വീടുണ്ട്, ഞാൻ അവിടെ പോയി നിന്നോളാം. എന്നെ അടുക്കളക്കാരിയായിട്ടല്ല ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്, അത് നിങ്ങൾ ഓർത്തോ? ഇതൊക്കെ കൊണ്ട് തന്നെയാ ചോദിക്കുമ്പോ ഞാൻ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാത്തത്. എനിക്കറിയാം അവസാനത്ത് മുഴുവൻ എന്റെ തലയിലാവുന്നു. പറയാൻ കണക്കുണ്ടല്ലോ. അമ്മായിമ്മ നിനക്ക് മുമ്പ് അതൊക്കെ ചെയ്തു തന്നല്ലേ, അപ്പൊ നീ മുഴുവൻ അത് തിരിച്ചു ചെയ്തു കൊടുക്കണമെന്ന്. അതിനെന്നെ കിട്ടില്ല. അത് ശരി, അപ്പൊ ഇത്രയും കണക്കൂട്ടലൊക്കെ മനസ്സിൽ വെച്ചിട്ടാണല്ലേ നീ ഇതൊക്കെ ചെയ്തു കൂട്ടിയത്? ഞാൻ വിചാരിച്ചു നീ ഒരു പുതിയ വീട്ടിലേക്ക് വന്ന ഒരാളല്ലേ, അപ്പൊ കുറച്ചൊക്കെ മടിയൊക്കെ കാണും, അത് മെല്ലെ മെല്ലെ അങ്ങോട്ട് ശരിയായിക്കോളും. വയ്യാണ്ട് കിടക്കുക അമ്മ, അമ്മേനെ പോലും നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാല്. ഞാൻ ചെയ്തു കൊടുക്കുന്ന മുഴുവൻ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. രാവിലെ മുതൽ തുടങ്ങിയതാ, മോളെ കട്ടൻ ചായ, മോളെ പാൽ ചായ, മോളെ ബ്രെഡ് എന്ന് പറഞ്ഞിട്ട് മനുഷ്യരും അടുത്തു. എടി മനുഷ്യബന്ധങ്ങൾക്ക് കുറച്ചൊക്കെ വില കൊടുക്കാൻ പഠിക്കും. നീ ഇങ്ങോട്ട് വന്നപ്പോഴേ അമ്മ നിന്നെ അത്ര സപ്പോർട്ട് ചെയ്യുന്നറിയോ? നിനക്ക് വേറെ വിഷമങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ അമ്മയ്ക്ക് ഒരു അസുഖം വന്നപ്പോ നിനക്ക് പേടി. നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത്? അമ്മയ്ക്ക് എന്തെങ്കിലും ഇപ്പൊ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ ഇവിടുത്തെ പണിക്കാരിയാവുന്നു. ഒരു നല്ല കുടുംബത്തിലേക്ക് പറ്റിയതല്ല നിന്റെ ഈ പെരുമാറ്റം. നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിലേ നീ എന്നോട് പറഞ്ഞില്ലേ നിനക്ക് വേറെ വീട് നീ പോകുന്നു, നീ അങ്ങോട്ട് പോയിക്കോ.